നമസ്കാരം, എല്ലാവർക്കും സിമിസ് ക്യൂസീനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ അവിയലാണ്. സാധാരണ അവിയലിൽ എല്ലാ പച്ചക്കറികളും ചേരാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ ഓണസദ്യയ്ക്കുള്ള തയ്യാറാക്കുന്ന അവിയലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ കുറച്ച് മാറ്റമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട പച്ചക്കറി മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റ് തോന്നുന്ന രീതിയിലുള്ള സദ്യയുടെ അവിയലാണ് ഇപ്പം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഓരോരുത്തരുടെയും സ്ഥലത്ത് അനുസരിച്ച് പല വ്യത്യാസവും വരും. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് മാറ്റം കൊണ്ടുവന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അവിയലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഈ കഷ്ണമെല്ലാം വേവിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ അവിയലിനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇടുകയാണ്. ഒരു 13 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അതും ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുകയാണ്. 2 പച്ചമുളക് അത് ഇതിലേക്ക് ഒടിച്ചിടുകയാണ്. നമ്മൾ ഈ സദ്യ സ്പെഷ്യൽ അവിയൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ പച്ചമുളക് കൂടെ അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിലും അരയ്ക്കും. അങ്ങനെയാണ്, അത് മറക്കരുതാരും. അപ്പോഴതാണ് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. നമുക്ക് ആ കറക്റ്റ് സദ്യയുടെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട ജീരകവും പച്ചമുളകും ചുവന്നുള്ളിയും കൂടെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് തേങ്ങ ഇടുകയാണ് ഇതിലേക്ക് ഇനിയൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം, അതായത് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അവിയലിനൊക്കെ ചതച്ചെടുക്കുമ്പോൾ അല്ലെ ഒതുക്കിയെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു കടായി വെച്ചു. ഇപ്പോൾ കടായിലേക്ക് നമുക്ക് അരിഞ്ഞെടുത്ത പച്ചക്കറിയൊക്കെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കടായി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കഷ്ണമൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടേ ഉള്ളൂ കേട്ടോ. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്ത പച്ചക്കറി മുഴുവൻ നമുക്കിതിലേക്കിടാം. ചേന 1 കപ്പ്, വെള്ളരിക്ക 1 കപ്പ്, പടവലങ്ങ 1/4 കപ്പ്, ബീൻസ് 1/4 കപ്പ്, ക്യാരറ്റ് 1/2 കപ്പ്, മുരിങ്ങയ്ക്ക 2 ചെറിയ മുരിങ്ങയ്ക്കാണ് എടുത്തത്, 2 പച്ചേത്തയ്ക്ക. ഇത് ഞാൻ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അപ്പോൾ അതിൽ കറ പാകത്തില്ല. അതിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്ത പച്ചക്കറിയെല്ലാം ഇതിലേക്ക് ഇട്ടു. നമ്മൾ 9 പച്ചമുളകാണ് എടുത്തത്. അതിൽ 2 എണ്ണമാണ് നമ്മൾ അരപ്പ് തയ്യാറാക്കാൻ എടുത്തത്. ബാക്കി 7 എണ്ണം അത് ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ട് കീറി എടുത്തിട്ടുണ്ട്. ഒന്ന് നെടുകെ 2ആയിട്ടൊന്ന് പിളർന്നെടുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ഇടുകയാണ്. ഇനി 1 തണ്ട് കറിവേപ്പില കൂടി ഇടുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. അവിയലിനൊക്കെ നല്ല കളർ കിട്ടണമെങ്കിൽ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കണം. പക്ഷേ എന്നാൽ മഞ്ഞളിൻ്റെ ആ കുത്തലൊന്നും വരുത്തില്ല. കാര്യം നമ്മൾ ഉള്ളി നല്ലോണം അരച്ച് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അല്പം മുളക് കൂടെ ചേർക്കാം. അപ്പം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ആ ഒരു കളറ് കിട്ടുകയും ചെയ്യും, അധികം എരിവുമില്ല. നമ്മൾ ഓൾറെഡി പച്ചമുളക് നല്ലോണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു എരിവ് വരുന്നുണ്ട് നമുക്കിതിലേക്ക്. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സദ്യ സ്പെഷ്യൽ അവിയൽ സ്വർണ്ണ കളറാണ്. കാര്യം ആലപ്പുഴയിലൊക്കെ ഒരു സ്വർണ്ണ കളറാണ്, കാര്യം മുളക് പൊടി കൂടെ ചേർക്കുന്നതുകൊണ്ട്. അപ്പോൾ അതാണ് നല്ല ഭംഗിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. അവിയനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ മുളക് പൊടി കൂടെ ചേർക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരല്പം വെള്ളം, കൈവെള്ളം തളിച്ച് ആണ് നമ്മളിത് വേവിക്കുന്നത്. പച്ചക്കറിയുടെ വെള്ളം ഇറങ്ങും, അതുപോലെ തന്നെ ഈ കൈവെള്ളം തളിക്കുന്നേ ഉള്ളൂ, കൂടുതൽ വെള്ളം ഇതിൽ ചേർക്കുന്നില്ല. അങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതായത് സദ്യയിൽ കണ്ടില്ല, ആ ഇലയിൽ അധികം വെള്ളമൊന്നും ഇല്ലാതെയാണ് നമുക്ക് സദ്യക്ക് കിട്ടുന്ന അവിയൽ. ഓക്കെ, അപ്പോൾ ഞാൻ അല്പം കൈവെള്ളം തളിക്കുകയാണ്. അപ്പോൾ ഈ കൈവെള്ളം തളിക്കുമ്പോൾ ഈ പച്ചക്കറിയെല്ലാം നന്നായിട്ട് വേഗം, ഒരു കഷ്ണം അങ്ങനെ വേവാതൊന്നും ഇരിക്കത്തില്ല. അതുപോലെ ഈ ഒരു സമയത്ത് നമുക്ക് ഇടുന്ന ചേനയെന്ന് പറഞ്ഞാൽ ഈ ജൂൺ ജൂലൈ മാസം അല്ലെങ്കിൽ വിളയുന്ന ഒരു ചേനയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പുട്ട് പോലെ നമുക്ക് വെന്ത് കിട്ടുന്ന ചേനയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ അല്പം വെള്ളം ഒഴിച്ചങ്ങ് വേവിച്ചെടുത്താൽ മതി.
അപ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പക്ഷേ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ കേട്ടോ. നമ്മൾ അധികം വെള്ളം ചേർക്കാത്തതുകൊണ്ട് ആ പച്ചക്കറിയുടെ വെള്ളവും നമ്മൾ കൈവെള്ളം തളിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം അവിയലിലെ കഷ്ണം വേവിക്കാവുള്ളൂ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിലൊക്കെ പിടിക്കാതെ നമ്മുടെ ഈ പച്ചക്കറിയുടെ വെള്ളം മാത്രമല്ല, അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നന്നായിട്ട് നമുക്കത് വേവിച്ചെടുക്കാൻ സാധിക്കും. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഈ അവിയൽ തയ്യാറാക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് കേട്ടോ. ആലപ്പുഴയിൽ സാധാരണ നമ്മൾ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ അരയ്ക്കാറുണ്ട്. വെളുത്തുള്ളിയും ചേർക്കാറുണ്ട്, ചുവന്നുള്ളി നല്ലോണം അരയ്ക്കാറുണ്ട്. അപ്പോൾ ആ വീഡിയോയിലൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ സദ്യ സ്പെഷ്യൽ ആയതുകൊണ്ട് മാത്രം നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടില്ല. അപ്പോൾ വെളുത്തുള്ളി ചേർക്കാറില്ല, അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ആലപ്പുഴയിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ നമ്മൾ ഇതിൽ ചേർക്കുന്ന പുളിയുടെ ഒരു കാര്യം പറയുന്നത്, നമ്മൾ വാളംപുളി ചേർക്കാറുണ്ട് ആലപ്പുഴയിൽ. അതുപോലെ മാങ്ങ ഉള്ള സന്ദർഭത്തിൽ മാങ്ങ ചേർക്കാറുണ്ട്. അതുപോലെ തൈര് ചേർക്കാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ സദ്യ സ്പെഷ്യൽ ആയതുകൊണ്ട് ഇതിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല. നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് തൈര് ചേർത്തിട്ടാണ് ചെയ്യുന്നത്. നല്ല പുളിയുള്ള തൈര്. നമ്മൾ അധികം വെള്ളം ചേർക്കാതെ കൈവെള്ളം തളിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കഷ്ണം വേകാതെ തോന്നുന്നുണ്ടെങ്കിൽ കൈവെള്ളം ഇടയ്ക്ക് തളിച്ചു കൊടുക്കുക. അപ്പോൾ ആ ടേസ്റ്റിന് ഒട്ടും വ്യത്യാസം വരത്തില്ല. ചെറു ചൂടുവെള്ളം കയ്യിൽ നമുക്ക് എടുത്ത് തളിക്കാവുന്ന ചെറു ചൂടുവെള്ളം എടുത്ത് തളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മളുടെ ആ പച്ചക്കറിയുടെ ആ ഒരു ചെറിയ നനവ് ഇപ്പോഴും ഇതിലുണ്ട്. തീരെ അങ്ങോട്ട് വെള്ളം വറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർക്കാം. നമ്മൾ അരപ്പ് ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളെടുത്ത അരപ്പ് മുഴുവൻ ഞാൻ ഈ പച്ചക്കറിയുടെ മുകളിലേക്ക് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കണം. അപ്പോൾ ഈ പച്ചക്കറിയുടെ ആ ഒരു നനവ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിലിരുന്ന് ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ, ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറണം. അപ്പോൾ ഒരു 5 മിനിറ്റ് തൊട്ട് ഒരു 10 മിനിറ്റ് വരെ നമുക്ക് നോക്കാം. പക്ഷേ 10 മിനിറ്റ് ഇടയ്ക്കൊന്ന് നോക്കണം, കരിഞ്ഞു പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റായി. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അരപ്പ് നല്ല ഒതുങ്ങി, ഇപ്പോൾ ഏകദേശം ആ ഒരു അരപ്പമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പച്ചക്കറിയും ഈ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ നമ്മൾ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി പറയാറുണ്ട്. പക്ഷെ നമ്മൾ തോരൻ്റെ പോലെയല്ല. തോരൻ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി നമുക്ക്. പക്ഷേ ഇതങ്ങനെയല്ല. ഒന്നുകൂടെ 1-2 പ്രാവശ്യം കൂടെ കറക്കി അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു മയം വരുന്ന രീതിയിലാണ്. ഒരുപാട് അരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ആ രീതിയിലാണിപ്പോൾ ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഈ സദ്യ സ്പെഷ്യൽ അവിയൽ ചെയ്യാൻ നിൽക്കുമ്പോൾ കഴിവതും അതിനടുത്ത് തന്നെ നിൽക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ട് മാറാതിരിക്കാൻ നോക്കുക. കാര്യം ഇത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മളിങ്ങനെ കൈവെള്ളം തളിച്ചും ആ പച്ചക്കറിയുടെ വെള്ളത്തിലുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇത് അല്ല, നമ്മളിങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ചേർത്ത് നമ്മൾ സാധാരണ ചെയ്യത്തില്ലേ. ചേനയൊക്കെ നമുക്ക് കുറച്ച് ചില സമയം നമുക്ക് കിട്ടുമ്പോൾ ചേനയൊന്നും അത്ര പെട്ടെന്ന് നന്നായിട്ട് വേകുന്ന ചേനയായിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ചെയ്തെടുക്കുന്ന അവിയലിനേക്കാളും ടേസ്റ്റാണ് നമ്മുടെ ഈ സദ്യ സ്പെഷ്യൽ അവിയൽ. അപ്പോൾ അതുകൊണ്ട് കഴിവതും അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക. നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം. 2-3 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതൊന്നുകൂടെ ആ വെള്ളമെല്ലാം ഇതിലേക്ക് പിടിച്ച് അരപ്പിലേക്ക് പിടിച്ച് നല്ല ഈ അരപ്പെല്ലാം, ഈ അരപ്പിൻ്റെ ആ എരിവും ജീരകത്തിൻ്റെ ടേസ്റ്റും എല്ലാം നമ്മുടെ ഈ പച്ചക്കറിയിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റായി. അപ്പോൾ നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. അപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുകയാണ്. അപ്പോൾ ഈ തൈര് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തൈരും കൂടെ ചേർന്ന് നല്ല ഒരു സോഫ്റ്റായിട്ട് വരും അവിയൽ. ഒട്ടും വെള്ളവും ഇല്ല, എന്നാലും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ തൈരും അരപ്പും കഷ്ണവും എല്ലാം കൂടെ നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല ചേർന്ന് വന്നിരിക്കുകയാണ്. നമ്മുടെ കഷ്ണം ഒന്നും തന്നെ ഇപ്പോൾ കുഴഞ്ഞു പോയിട്ടില്ല. ഒന്നേലൊന്ന് തൊടാതിരിക്കുകയാണ്. എന്നാൽ നന്നായിട്ട് കഷ്ണമെല്ലാം വെന്തിട്ടുമുണ്ട്. അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ അവിയൽ എടുക്കേണ്ടത്. അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഈ പച്ച വെളിച്ചെണ്ണ ചേർക്കുക എന്നുള്ളത് അവിയലിന് മസ്റ്റാണ്. അപ്പോഴാണ് നമുക്ക് ആ സദ്യയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു അല്പം പച്ച വെളിച്ചെണ്ണയും ചേർക്കാം, നമുക്ക് കറിവേപ്പിലയും ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പില ഇടുകയാണ്. അപ്പോൾ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് അവിയലുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ രുചികരമായ ഓണം സ്പെഷ്യൽ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഓണത്തിന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും പറയാൻ മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.